ശരിയാണ്. എടുക്കുന്നില്ല. ഒന്നുകൂടെ വിളിക്കാം. ഹലോ എടാ ഞാനിപ്പം നിന്നെ തിരിച്ചു വിളിക്കാം കേട്ടോ. ഓ ശരി 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 ശരി. ഓ ഭാഗ്യം കലിപ്പിലല്ല, എന്തെങ്കിലും അർജന്റ് പണിയായിരിക്കും. അല്ല ഇന്ന് സൺഡേ ഇല്ലയോ? അന്നേരം എന്താ ഇവർക്ക് അർജന്റ് പണി? ഒന്നുകൂടെ വിളിച്ചു നോക്കാം. എടാ ഞാൻ ടിക്ടോക്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കുമായിരുന്നു, അപ്പോഴാണ് നിന്റെ ഒരു വിളി. ഞാൻ തിരിച്ചു വിളിക്കത്തില്ലായിരുന്നോ നിന്നെ? എടീ ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. അയ്യോ എന്ത് പറ്റി? കുന്തം അങ്ങനെ വല്ല കേസുമായിരുന്നെങ്കിലോ? ഓ ഫ്രഷ് 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 റിപ്ലൈ. ഇന്നലെ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പബ്ജി കളിച്ചുകൊണ്ടിരുന്നതാണ് ഇന്ന് ഭയങ്കര ഡയലോഗ് അടിക്കുന്നത്. എടാ ഞാൻ ഇന്നലെ ആണെങ്കിൽ ടിക്ടോക്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനതിപ്പോൾ വാട്സപ്പിൽ അയക്കാം, ഒന്ന് കണ്ടു നോക്കുവോ? എന്തിനാടി ഇങ്ങനെ മേക്കപ്പ് ഇട്ട്, അതും പോരാഞ്ഞിട്ട് ടിക്ടോക്കിന്റെ ഫിൽറ്റർ ഇട്ട് ഫ്രണ്ടിൽ ഒരു വിളക്കും കത്തിച്ച് വെച്ച് 10 പേരെ കാണിക്കുമ്പോൾ നിനക്ക് എന്ത് സുഖം കിട്ടുന്നേ? ആ 10 പേര് നിന്റെ കച്ചറ മുഖം കാണും, പിന്നീട് നല്ല മേക്കപ്പ് ചെയ്ത് ഐശ്വര്യറായെ പോലെ ഇരുന്ന് കാണും. എന്നാൽ ഞാനൊട്ട് രാവിലെ വിളിക്കുമ്പോഴോ അവൾ ഉറക്കപ്പിച്ച് എന്നെണീച്ച് വന്ന മുഖം പോലെ ഇങ്ങനെ ഫ്രണ്ടിലിരിക്കും. ഓ ഇതൊന്നും ചെയ്യാതെ മുന്നിൽ വരുന്ന എനിമീസിനെ ഒക്കെ ചുട്ടു തള്ളി വെറുതെ സമയം കളയുന്നുണ്ടല്ലോ എല്ലാവരും. ഓ നീ ടിക്ടോക്കിൽ ഒരു വീഡിയോ ഇടാൻ എത്ര സമയം എടുക്കും? അതായത് റീടേക്കും പിന്നെ ഷൂട്ടും പിന്നെ മേക്കപ്പ് വാരി പൊത്താനും ഇതെല്ലാം കൂടെ ചേർന്ന് മക്കൾ എത്ര ടൈം എടുക്കും? അത് ഓരോ വീഡിയോ അനുസരിച്ചിരിക്കും. എന്നാലും അത് ചിലപ്പോ ഒരു 30 മിനിറ്റ് 1 മണിക്കൂർ അത്രയൊക്കെ പോവാറുണ്ട്. എന്തുപടി 1 മണിക്കൂർ? അടി ഞങ്ങൾ ചിക്കൻ കറി ഒക്കെ എടുക്കത്തില്ലല്ലോ 1 മണിക്കൂർ. ഓ പാചകം വെറുതെ എക്സ്പീരിയൻസ് ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് പോയിന്റ് നേടല്ലേ. ഞാനും ഒരു വർണ്ണ പട്ടമാകും. ആ പട്ടം ഞാൻ വെടിവെച്ചിടും. ഇതിൽ നിന്ന് നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട്. ഓ എടി നിങ്ങളൊരു ടിക്ടോക്ക് വീഡിയോ എടുക്കാൻ കളയുന്ന ടൈമിന്റെ അത്രയും പോലെ ഞങ്ങൾ ഒരു ഗെയിമിലേക്ക് കളയുന്നില്ല. ഞങ്ങളാണെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ സമയം കളയുന്നേ. നിങ്ങളാണെങ്കിൽ അവിടെ വെറുതെ കുത്തിയിരുന്ന് വെടിവെക്കും, എന്നിട്ട് പബ്ജി ഉയര് തേങ്ങാ കൊല. ശരിയാ, വെറുതെ വെടിവെച്ചാൽ മതിയല്ലോ. എടി സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങി അതിൽ പ്ലേയേഴ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഏതെങ്കിലും മൂലയ്ക്ക് പോയി മാപ്പിൻ്റെ ചാടി ഉള്ള വീട് മൊത്തം നിരങ്ങി കയറി അവിടെ നിന്ന് ഗണ്ണും എടുത്ത് മെഡിക്കൽ കിറ്റും വേസ്റ്റും എല്ലാ സാധനവും എടുത്ത് നമ്മുടെ ടീം മെമ്പേഴ്സുമായിട്ട് ഐഡിയ ഷെയർ ചെയ്ത് സോൺ ടു സോൺ സ്മോക്ക് ഇട്ട് കയറി നമ്മുടെ ടീം മെമ്പേഴ്സിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരെ റിവൈവും ചെയ്ത് എനിമീസിനെ കൊല്ലുന്ന പ്ലാനും ചെയ്ത് അവസാനത്തെ സോണി ഗ്രനേഡ് സ്മോക്കും ചുറ്റിനും എറിഞ്ഞ് അവസാനം എനിമിയെ കൊന്നു കഴിഞ്ഞ് ചിക്കൻ ഡിന്നർ അടിക്കുമ്പം നിനക്കൊക്കെ വെറുതെ വെടിവെച്ചാൽ മതി അല്ലേ? ഹലോ എടാ കോള് കട്ടായി പോയി, വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ തേങ്ങാക്കൊല എന്ന് പറഞ്ഞതിന് ശേഷം നീ എന്തുവായിരുന്നു പറഞ്ഞത്? എനിക്ക് ബൈക്ക് പോട്ടെ. ഓക്കെ ആക്ഷൻ. ഓ ഇങ്ങനെ വല്ല കേസും ആയിരുന്നെങ്കിലോ? ഫ്രഷ് റിപ്ലൈ എന്ന് പറയടി തെണ്ടി. ഞാനാണെങ്കിൽ ഇപ്പൊ വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പിൽ മെയിലല്ല തേങ്ങ. ഓ ഇതൊന്നും ഇതൊന്നും ചെയ്യാതെ മുന്നിൽ വരുന്ന എനിമീസിനെയൊക്കെ വെറുതെ ചൊട്ടു തള്ളി പുച്ഛം വാരിപ്പൊത്ത്. നിന്റെ ഡയലോഗാ. ആക്ഷൻ. ഓ അയ്യോ പോയി, ഞാൻ ഈ കൈ എടുക്കാൻ പാടില്ലല്ലോ. ഇതായിരുന്നു എൻ്റെ ക്യാമറ സ്റ്റാൻഡ്. ഈ കപ്പിലായിരുന്നു ക്യാമറ വെച്ചിരുന്നത്, അതായത് ഫോൺ വെച്ചിരുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഉടനെ സോൺ
താഴോട്ട് നോക്കി ഓക്കെ ഇന്നത്തെ സോണിൽ സ്മോക്ക് ഇട്ട് അങ്ങനെ അറ്റ വെത്തി ലാസ്റ്റ് വണ്ടി